അനുവദിച്ചതിനു ശേഷം ഏറ്റവും ആദ്യം എത്തിയത് ബൈജു ആണ്. പക്ഷേ ഇതാ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നതിനിടെ വീണ്ടും കാലാവസ്ഥ പ്രതികൂലമാവുകയാണ്. ശക്തമായ മഴ ഉണ്ടാകുന്നു. പക്ഷേ രാത്രിയും ഇന്ന് തുടർച്ചയായി തെരച്ചിൽ ഉണ്ടാകും എന്നതിന്റെ സൂചനകൾ MLA വാക്കിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സന്ധ്യയോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കുന്ന സാഹചര്യമാണെങ്കിൽ ഇന്ന് കുറച്ചുകൂടി പ്രതീക്ഷ ഈ തെരച്ചിൽ സംഘത്തിന് തന്നെയുണ്ട്, അവിടുത്തെ ദൗത്യ സംഘത്തിനുണ്ട്. അവർ കൂടുതൽ സമയം തെരച്ചിലിന് ഇന്ന് മാറ്റിവെക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ സൂചനകളാണ് തരുന്നത്. പക്ഷേ അപ്പോഴാണ് വീണ്ടും കാലാവസ്ഥ പ്രതികൂലമാകുന്നത്. മഴ പെയ്യുന്നു. മഴ പെയ്താൽ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് ആ പ്രദേശത്തിന്റെ പാരിസ്ഥിതിക പ്രത്യേകത അങ്ങനെയാണ്. ഏത് നിമിഷവും അപകടങ്ങൾ ഉണ്ടായേക്കാം, തുടർ അപകടങ്ങൾ ഉണ്ടായേക്കാം എന്ന സാഹചര്യം അവിടുത്തെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമേ പ്രതീക്ഷിക്കുന്ന വേഗം കിട്ടുകയുള്ളൂ ഈ തെരച്ചിൽ പ്രവർത്തനങ്ങൾക്ക്. ഇപ്പോൾ എന്തായാലും ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടക്കുകയാണ്. അപ്പോൾ പോലും മറ്റിടങ്ങളിലെ തെരച്ചിൽ നിർത്തുന്നില്ല. നേവിയുടെ ഒക്കെ പുതിയ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ സ്ഥലത്ത് സാധ്യമായ നിലയിൽ തെരച്ചിൽ തുടരുന്ന സാഹചര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ കാണുന്നത് കരയോട്, പുഴയും കരയും ചേരുന്ന ആ ഭാഗത്ത്, കടയുണ്ടായിരുന്ന ഭാഗത്ത് അവിടെ ലോറി ഉണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് ദൗത്യസംഘം എത്തുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടം കേന്ദ്രീകരിച്ച് മണ്ണ് നീക്കൽ പ്രക്രിയ നടക്കുന്നു. അവിടെ ലോറിയിൽ തടി ബന്ധിപ്പിച്ച കയറിന്റെ ഭാഗങ്ങൾ കണ്ടെടുത്തു. അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അവിടം കേന്ദ്രീകരിച്ച് കൂടുതൽ JCB-കൾ എത്തുകയും മണ്ണ് നീക്കുന്ന പ്രവർത്തികൾ ഊർജിതമായി നടന്നു വരികയുമാണ്. അപ്പോഴാണ് വീണ്ടും മഴ തടസ്സം സൃഷ്ടിക്കുന്നത്. ബൈജു, കേൾക്കാമോ? ബൈജുവിലേക്ക് വരാം. അവിടെ മഴയുണ്ട്. മാധ്യമപ്രവർത്തകരെ അല്പം മുമ്പ് മാത്രമാണ് ഈ സ്പോട്ടിലേക്ക് വീണ്ടും പ്രവേശിപ്പിച്ചത്. അത് ഒരു ശുഭവാർത്ത ഉണ്ടാകും എന്ന സൂചനകൾ ഇപ്പോൾ MLA തന്നതുപോലെ തന്നെ നേരത്തെ AK മഷ്റഫ് MLA-യും അതുപോലെയുള്ള സൂചനകൾ നൽകി. അദ്ദേഹം ആദ്യം ന്യൂസ് 18-നോടാണ് അക്കാര്യം തുറന്നു പറയുന്നത്. 100% ഉറപ്പ് ഇന്ന് അക്കാര്യങ്ങൾ പറയും എന്നതായിരുന്നു MLA നമ്മളോട് സൂചിപ്പിച്ചത്. പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കണമെങ്കിൽ കൂടുതൽ സമയം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. വളരെ ആഴത്തിൽ പുതഞ്ഞു പോയിട്ടുണ്ട് ലോറി. അത് കണ്ടെത്തുക, അവിടെ സ്ഥിരീകരണം വന്നാൽ തന്നെയും അത് പുറത്തെടുക്കുക എന്നതൊക്കെ കൂടുതൽ സമയം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്തായാലും ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ 9ാം ദിവസം ഷിരൂരിൽ നിർണായക നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തിരച്ചിൽ തുടങ്ങി 9ാം ദിവസമാണ് ഇന്നിപ്പോൾ അവിടെ നിന്ന് ലോറി കണ്ടെത്തി എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് വരുന്നത്. ബൈജു വീണ്ടും ചേരുകയാണ്. ബൈജു, സതീഷ് സെയിൽ ശുഭവാർത്ത തന്നെ ഇന്നുണ്ടാകും അവിടെ നിന്ന് എന്ന ഉറപ്പിച്ച് പറയുന്നു. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ വേണ്ടിവരുമെന്ന് പറയുന്നു. എല്ലാ വിധത്തിലുമുള്ള തെരച്ചിൽ അവിടെ തുടരുകയാണ് എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഈ പ്രത്യേക സ്പോട്ട് സംബന്ധിച്ച് നമ്മൾ AK മഷ്റഫ് MLA നമ്മളോട് പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം കൂടുതൽ വ്യക്തത വരുത്തുന്നുണ്ടോ? തീർച്ചയായും അദ്ദേഹത്തിന് ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകാൻ എന്തായാലും സാധിക്കില്ല. പക്ഷേ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് സന്തോഷ വാർത്ത. മാത്രമല്ല അവരുടെ ബന്ധുക്കളോടും അദ്ദേഹം ആ വിവരം പങ്കുവെക്കുന്നത് എനിക്ക് തൊട്ട് സമീപത്ത് നിന്നാണ്. എന്തായാലും നമുക്ക് ഇനിയും കുറച്ചു നേരം കൂടി കാത്തിരിക്കേണ്ടി വരും. ആ വാഹനം നമുക്ക് കാണാൻ അത്രത്തോളം താഴ്ചയിലാണ് അത് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ആ വാഹനത്തിന്റെ ലോറിയുടെ ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്തി ഇനി ലോറി പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. അതിനായി ചാല് കയറി വളരെ സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടിയാണ് ഇപ്പോൾ അവിടെ നിന്നും മണ്ണെടുക്കുന്നത്. മറ്റ് ഒരു ജോലിയും മറ്റൊരു തെരച്ചിൽ മറ്റെവിടെയും നടക്കുന്നില്ല. ഈ ഒരു ഒറ്റ പോയിന്റിൽ കൃത്യമായ ഒരേ കേന്ദ്രത്തിൽ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാ JCB-കളും ഒരു ഭാഗത്ത്, അത് മാത്രമല്ല ഇവിടെ നിന്നും ഒരു കയർ ലഭിച്ചതായുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം സൂചനകളാണ്. നമുക്കൊരു സ്ഥിരീകരണം എന്തായാലും വേണം. വലിയ ആശ്വാസമായ ഒരു വാർത്ത, അതിന്റെ സ്ഥിരീകരണം ഉടൻ തന്നെ നമുക്ക് നൽകാൻ കഴിയും. ഇനിയിപ്പോൾ ഈ പ്രവൃത്തി നീണ്ടുപോയാൽ അതിന് രാത്രിയും ഇത്തരത്തിൽ തെരച്ചിൽ ഈ പ്രവർത്തി നടത്താനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കും, സംവിധാനങ്ങൾ ഒരുക്കും എന്നാണ് MLA പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ രാത്രി ഇവിടെ രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ഇന്ന് ആദ്യമായാണ് ഇത്തരത്തിൽ രാത്രി കൂടി ഈ പ്രവൃത്തി നടക്കുമെന്ന് പറയുന്നത്. അത് കൃത്യമാണ്. അതിൽ നിന്നുമൊക്കെ വാക്കുകളിൽ കൃത്യമാണ് ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്നത്. എന്തായാലും അതിന് നമുക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണത്തിന് നമ്മൾ കാത്തിരിക്കണം. ഇപ്പോൾ നിലവിൽ ഈ AK മഷ്റഫിന്റെയും അതുപോലെ തന്നെ കാർവാർ MLA-യുടെയും വാക്കുകൾ അത്ര ശുഭസൂചകമാണ്. അത്രയും
കോൺഫിഡൻസോടുകൂടിയാണ് അവർ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാത്രിയും അവർ ഇത്തരത്തിൽ പ്രവൃത്തികളിൽ ഏർപ്പെടുമെന്ന് നാം വ്യക്തമാക്കിയതും. രേണുക, തീർച്ചയായും അങ്ങനെ ഒരു സൂചനയാണ് MLA-യുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. സതീഷ് സെയിൽ രാത്രി കഴിഞ്ഞും അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം നീളും, ഈ തെരച്ചിൽ നീളും എന്ന സൂചന നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം